നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടർമാർ അവരുടെ വോട്ടെല്ലാം രേഖപ്പെടുത്തി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് സ്ഥാനാർത്ഥികൾ വളരെ തിരക്കുപിടിച്ച് പ്രചരണത്തിലേക്കൊക്കെ ഇറങ്ങുന്നതായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് വീട്ടിലുണ്ട്. ഒരല്പം വിശ്രമിക്കാമെന്നതൊക്കെയാണ് അവരുടെ കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞൊരു ദിവസം? നന്നായിട്ട് ഉറങ്ങി. കുറേ ദിവസമായിട്ട് കിടക്കാൻ വൈകിപ്പോവും. അതിരാവിലെ എണീച്ച് ഓടുന്ന സ്ഥിതിയായിരുന്നു. ഇന്നലെ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റി. പിന്നെ ബൂത്തുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വളരെ വളരെ സന്തോഷകരമായ വാർത്തകളാണ്. ആദ്യം നമ്മൾ പരിശോധിക്കുന്ന UDFിൻ്റെ വോട്ടുകൾ പോൾ ചെയ്തോ എന്നതാണ്. UDFിനെ മുഴുവൻ വോട്ടുകളും എണ്ണിപ്പറുക്കി പോളിംഗ് ബൂത്തിലെത്തിച്ചു. കൂടാതെ വോട്ട് ചെയ്തിറങ്ങുന്ന ആളുകൾ ഈ ഗവൺമെൻറ്റിനെതിരെ അതുപോലെ തന്നെ നിലമ്പൂരിലൊരു മാറ്റം വേണമെന്ന ഈ രണ്ട് കാര്യങ്ങളിലും ഇടതുപക്ഷത്തുനിന്നും നിഷ്പക്ഷവുമായ കുറേ വോട്ടുകൾ നമുക്ക് അനുകൂലമായി ഇപ്രാവശ്യം ലഭിക്കുന്നത്. നേരത്തെയും തിരഞ്ഞെടുപ്പൊക്കെ കണ്ട ഒരാളാണ്. ഈ ഒരു മാസക്കാലത്ത് ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് നിലമ്പൂരിൽ നിന്ന് ഇലക്ഷൻ കാലത്ത് താങ്കൾക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്? അല്ല, വളരെ ഞാൻ 2016 മത്സരിച്ചാണല്ലോ. പക്ഷേ വളരെ സന്തോഷകരമായ ആഹ്ലാദമുള്ള ഒരു രൂപത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. ആളുകൾ ഇതിനെ ഒരു ആഘോഷമായിട്ട് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എവിടെയും നമുക്കൊരു മുഖം കറുപ്പിച്ച മുഖം കാണേണ്ടി വന്നിട്ടില്ല. നമ്മളൊരു കൈ ചോദിക്കുമ്പോൾ ഒരു തിരിഞ്ഞു നിൽക്കുന്നൊരു മുഖം കാണേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള നമുക്കൊരു ഒരു കാൻഡിഡേറ്റ് എന്ന രൂപത്തിൽ എവിടെ ചെന്നാലും വളരെ സ്വീകാര്യമായ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നൊരവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്. അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിനൊരു വലിയ സന്തോഷവും ആഹ്ലാദവും. അപ്പോൾ അവിടെ നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടാലും ബാക്കിയില്ലെങ്കിലും ക്ഷീണമൊന്നും നമ്മൾ അറിയുന്നില്ല. ജനങ്ങളുടെ ഈ ആഹ്ലാദകരമായ സന്തോഷത്തോടു കൂടിയുള്ള സ്വീകരണം കാണും. ഈ വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊന്നും ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് നമ്മൾ അത്രയധികം കണ്ടിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് നിലമ്പൂരിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ PV അൻവറിൻ്റെ UDF പ്രവേശനം തൊട്ട് ജമാഅത്തെ ഇസ്ലാമി ബന്ധം വരെ ആ രീതിയിൽ വിമർശനം അതല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ നീണ്ടുപോയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഇന്ന് UDFിൽ അൻവർ ഉണ്ടാവുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം എൻ്റെ UDF നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും അത്തരം കാര്യങ്ങളൊക്കെ അവരാണ് കാര്യങ്ങൾ ആലോചിക്കുന്നതും. എങ്ങനെയാണ് UDFിൽ എടുക്കേണ്ടത്, UDFിൽ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കണം, അതൊക്കെ ചില പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് അവരാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ വ്യക്തിപരമായി ആഗ്രഹിച്ചിരുന്നു അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനെതിരെ പോരാടുന്നു എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് മുഴുവൻ ആർക്കെതിരെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല ഇപ്പോൾ. അത് നമുക്ക് 23-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഞാൻ മറുപടി പറയാറില്ല. അതെൻ്റെ രീതിയല്ല, എൻ്റെ പൈതൃകം അതല്ല, എൻ്റെ സംസ്കാരം അതല്ല. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാറേ ഇല്ല. പിന്നെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23-ാം തീയതി നമുക്കതിൻ്റെ ജനങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായി വിധിയെടുത്ത് നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്താണ് എന്നൊരു പക്ഷെ നമുക്ക് മാത്രമേ ഒരു കൃത്യമായിട്ട് പറയാൻ ഒരു പക്ഷെ സാധിക്കുകയുള്ളൂ. പക്ഷെ അപ്പോൾ പോലും ഇപ്പം നേരത്തെ ഈ മലപ്പുറം ജില്ലയിൽ VS ജോയി വേഴ്സസ് ആര്യാടൻ ഷൗക്കത്ത് അതല്ലെങ്കിൽ BV പ്രകാശിൻ്റെ ഫാമിലിയുമായിട്ടുള്ള ആ രീതിയിലൊക്കെ പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലുള്ള വിവാദങ്ങളെയൊക്കെ പരിഹരിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അല്ലെങ്കിൽ ഞാനും VS ജോയും തമ്മിലൊരു പ്രശ്നമില്ല, ഞാനും പ്രകാശും തമ്മിലൊരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിലൊരു ധാരണ, ഞാനും VS ജോയും തമ്മിലുള്ളൊരു ധാരണ, ആരാണോ പാർട്ടി തീരുമാനിക്കുന്നത് അവർ മത്സരിക്കും, മറ്റുള്ളവർ പ്രചരണം നയിക്കും. ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ നയിക്കും, ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ജോയി നയിക്കും. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് ആരാണ് മുൻതൂക്കം ആരാണ് പിൻതൂക്കം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ മാധ്യമം. CPM-ന് ഇതൊരു പ്രചാരണ ആയുധമായി മാറിയോ? കാരണം ഒരു പക്ഷേ ഈ VV പ്രകാശിൻ്റെ വീട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് നിന്ന് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ അത് ക്ലോസ് ആവുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞാനതിൽ പറയേണ്ട കാര്യമില്ലല്ലോ. UDF വോട്ടിൽ കോൺഗ്രസ് വോട്ടിൽ ഭിന്നത ഉണ്ടാക്കാൻ ഇടതുപക്ഷം പരമാവധി ശ്രമിച്ചു. ചില മാധ്യമപ്രവർത്തകരും അതിനുവേണ്ടി കൂട്ടുന്നുണ്ട്. പക്ഷേ അവർ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
CPM തുടക്കം മുതലേ പറഞ്ഞത് ഞങ്ങൾ നിലമ്പൂരിൽ രാഷ്ട്രീയം പറയും എന്നാണ്. UDF പറഞ്ഞത് ഞങ്ങൾ വികസന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമെന്നാണ്. പക്ഷെ അവസാനത്തേക്ക് എത്തുമ്പോൾ UDFനും കുറേയൊക്കെ ഈ അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് ഒരിക്കലുമില്ല. UDF ഒരിക്കലും പ്രതിരോധത്തിലായിട്ടേ ഇല്ല. UDF ഞാൻ എൻ്റെ ഏതെങ്കിലും പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ വോട്ട് ചോദിച്ചത് എങ്ങനെയാണ്? ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ ഇന്ന് കേരളത്തിലുണ്ടാക്കിയ ദുസ്ഥിതി, 9 വർഷമായി അവഗണിക്കപ്പെട്ട നിലമ്പൂർ, കബളിപ്പിക്കപ്പെട്ട നിലമ്പൂർ, ഈ 2 കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും എവിടെയും പ്രതിരോധത്തിലാവാനൊന്നും നമ്മൾ എവിടെയും പോയിട്ടില്ല. നമ്മുടെ കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വെച്ചു. അത് ജനങ്ങൾ ഉൾക്കൊണ്ടു. അതനുസരിച്ച് ജനവിധി ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഇപ്പം വളരെ ശരിയായ രീതിയിൽ പോകുന്നതിനിടയ്ക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ PV അൻവറിൻ്റെ വീട്ടിലെത്തിയുള്ള രാത്രി സന്ദർശനം അത് വലിയ വിവാദമായി. ആ രീതിയിലൊക്കെ യുവ നേതാക്കൾ കുറേ കൂടെ ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു, സൂക്ഷ്മത പുലർത്തേണ്ടതായിരുന്നു എന്ന രമേശ് ചെന്നിത്തല തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, വലിയ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുന്നത് പോലെ, അവരുടെ വിലയിരുത്തൽ പോലെ ഒന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാർത്തകൾ കേൾക്കുന്നില്ല, പത്രം വായിക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ നേതാക്കന്മാരെ ഒരു കൂട്ടമായ പ്രവർത്തനമാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. യുവനിരയും സീനിയറായിട്ടുള്ള നേതാക്കളും എല്ലാവരും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നിലമ്പൂർ ഉണ്ടായിട്ടുള്ളത്. ഒരു ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് ചോദിച്ചാൽ ഒരു 20,000-ഓ 25,000 ഒക്കെ പറയാൻ കണക്കിൽ ഞാൻ വളരെ മോശമാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, എല്ലാ പഞ്ചായത്തുകളും നമ്മൾ ലീഡ് ചെയ്യും. പിന്നെ 2-3 രണ്ട് പഞ്ചായത്തും നല്ല ലീഡ് നമുക്ക് തരും. മൂത്തേടം, വഴിക്കടം പോലുള്ള പഞ്ചായത്തുകൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മുൻപ് ലഭിക്കാത്തൊരു വലിയ ഭൂരിപക്ഷം നിലമ്പൂർ. അന്നൂർ പറയുന്നത് 75,000 വരെ വോട്ട് കിട്ടും. അനുവരണം 23-ാം തീയതി അറിയാലോ, കേട്ടോ? 23-ാം തീയതി അറിയാം. എന്തായാലും UDF ക്യാമ്പ് തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഇന്നലെ ബൂത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കണക്ക് പ്രകാരം വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് UDF ജയിക്കുമെന്നാണ് ആര്യടൻ ഷൗക്കത്ത് പറയുന്നത്. ആ തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊന്നും ഒരു ഘട്ടത്തിലും UDF പോയിട്ടില്ല. CPM ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയേണ്ടതായിട്ടുള്ള രീതിയിലൊന്നും UDFന് വന്നിട്ടുമില്ല എന്ന് ആര്യടൻ ഷൗക്കത്ത് വ്യക്തമാക്കുകയാണ്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.